ചിയാൻ വിക്രം നായകനാവുന്ന സിനിമയാണല്ലോ തങ്കലാൻ. സിനിമയുടെ റിലീസ് ഇപ്പോൾ ഇതാ ഓഗസ്റ്റ് മാസം ഉണ്ടായേക്കുമെന്ന് അറിയാൻ കഴിയുന്നു. ഒരു പക്ഷേ ഓഗസ്റ്റ് 15-നായിരിക്കും ഈ സിനിമയുടെ റിലീസ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാർത്തിയും അരവിന്ദ് സ്വാമിയും ഒരു പ്രധാന വേഷത്തിൽ വരുന്ന സിനിമയാണല്ലോ. ഡയറക്ടർ പ്രേംകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ റിലീസ് ഇപ്പോൾ ഇതാ ഓഗസ്റ്റ് മാസം തന്നെ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 96 എന്ന സിനിമയ്ക്ക് ശേഷം പ്രേംകുമാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. കമൽഹാസന്റെ അടുത്തതായി റിലീസിനെത്തുന്ന ചിത്രമാണല്ലോ ഇന്ത്യൻ 2. സിനിമയുടെ റിലീസ് ഇപ്പോൾ ഇതാ ജൂലൈ 12 തന്നെ ഉണ്ടാകുമെന്ന് കൺഫേം ആയിരിക്കുകയാണ്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഈ മാസം ഉടൻ തന്നെ പ്രതീക്ഷിക്കുക. സൈറിന് ശേഷം ജയം രവി നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ ബ്രദർ എന്ന ചിത്രം. സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇപ്പോൾ ഇതാ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഓഗസ്റ്റ് മാസമാണ് ടീം പ്ലാൻ ചെയ്യുന്നത്. ഹാരിസ് ജയരാജ് മ്യൂസിക് ചെയ്യുന്ന ഈ സിനിമയിൽ നായികയെത്തുന്നത് പ്രിയങ്ക മോഹനാണ്. മോഹൻലാൽ ചിത്രം റാം സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നു. ഓഗസ്റ്റ് മാസം അവസാനമായിരിക്കും സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ആദ്യ ഭാഗം ഇപ്പോൾ ഇതാ ഡിസംബർ റിലീസായി എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അജിത് നായകനാവുന്ന ചിത്രമാണല്ലോ വിടാമുയർച്ചി. സിനിമയിൽ ഇപ്പോൾ ഇതാ അർജുനും ഉണ്ടായേക്കുമെന്ന് കൺഫേം ആയിരിക്കുകയാണ്. ഒരുപക്ഷെ അർജുൻ ഇതിൽ വരികയാണെങ്കിൽ മങ്കാത്ത എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ കോംബോ ഇപ്പോൾ വീണ്ടും ഒന്നിക്കുന്നത്. ഇനി ഈ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഇതാ 30% ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ദീപാവലി റിലീസായിട്ടാണ് ടീം പ്ലാൻ ചെയ്യുന്നത്. സൽമാൻ ഖാനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നു. സിനിമ ഇപ്പോൾ ഇതാ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എല്ലാം ഉടൻ പ്രതീക്ഷിക്കുക. മോഹൻലാൽ നായകനാവുന്ന ചിത്രമാണല്ലോ തരുൺമൂർത്തിയുടെ L360 എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇനി ഇപ്പോൾ ഇതാ 30 ദിവസത്തോളം ആയിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. മോഹൻലാലിനെ കൂടാതെ തന്നെ ബിനു പപ്പുവും ഫർഹാൻ ഫാസിലും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. നിവിൻ പോളി നായകനാവുന്ന അടുത്തൊരു ആക്ഷൻ സിനിമയാണല്ലോ ആര്യരമണി സംവിധാനം ചെയ്യുന്ന ചിത്രം. സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ പുതിയ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ 80% ആക്ഷൻ സീക്വൻസിന്റെ ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സൂര്യ വെട്രിമാരൻ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണല്ലോ വാടിവാസൽ. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ആരംഭിക്കുന്നു. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഈ വർഷം എൻഡിങ്ങിലായിരിക്കും ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ടൊവിനോ നായകനാവുന്ന പുതിയ സിനിമ ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവറാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് കഥയെല്ലാം ഒരുങ്ങുന്നത് ബെന്നി പി പെരിയമ്പലവും കൂടിയാണ്. ജെയ്ക്സ് ബിജോയ് മ്യൂസിക് ചെയ്യുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ശില്പ അലക്സാണ്ടർ ആണ്. സിനിമ നിർമ്മിക്കുന്നത് ജിനുവി എബ്രഹാമിന്റെ പ്രൊഡക്ഷൻ ഹൗസും കൂടിയാണ്. ശിവാർത്തിയൻ ചിത്രം അമറാൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരുന്നു. ഈ മാസം അവസാനം തന്നെ വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വരുന്നത് ഒരു ലവ് ട്രാക്കിലുള്ള ഒരു സോങ് കൂടിയാണ്. ടൊവിനോയെ നായകനാക്കി മുഹസിൻ പരാരി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. സിനിമ ഇപ്പോൾ ഇതാ ഹോംബാല ഫിലിംസ് നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് എല്ലാം ഉടൻ തന്നെ പ്രതീക്ഷിക്കുക.